സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു അടിയുടെ ഭാഗം പലരെയും വേദനിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നറിഞ്ഞപ്പോൾ വല്ലാതെ വിഷമം തോന്നി. പെട്ടെന്നുണ്ടാക്കിയ ഒരു കോണ്ടന്റ് ആയിരുന്നു അത്. പലരെയും വേദനിപ്പിച്ചു എന്നത് ഞങ്ങളെയും ഏറെ വിഷമിപ്പിച്ചു. സംഭവിച്ച തെറ്റിന് ഞങ്ങൾ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു. അന്നും ചോദിച്ചിട്ടുണ്ട്, എങ്കിലും വീണ്ടും ആവർത്തിക്കുന്നു. തെറ്റ് തെറ്റ് തന്നെയാണ്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്ന ടർക്കിഷ് തർക്കം എന്ന ചിത്രത്തിന്റെ റിലീസിന് മുൻപ് നടന്ന ഒരു അഭിമുഖത്തിൽ നടൻ ലുക്കുമാനും സണ്ണി വെയിനും ചേർന്ന് പറഞ്ഞതാണിത്. ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നിരിക്കാനിടയുള്ള അത്രയും പഴക്കം ചെന്നൊരു വീഡിയോയെ കുറിച്ചാണ് ഇവർ ഈ പറഞ്ഞത്. ടർക്കിഷ് തർക്കം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ലുക്കുമാനും സണ്ണി വെയിനും പരസ്പരം അടികൂടുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. യാഥാർത്ഥ്യമല്ലെന്ന് തോന്നിപ്പിക്കാത്ത വിധം സമർത്ഥമായി ക്രിയേറ്റ് ചെയ്ത ഒരു തല്ല് വീഡിയോ. എന്നാൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഇത്തരം ഒരു വീഡിയോ പ്രചരിപ്പിച്ചതെന്ന് അത് വൈറലായ ശേഷം ഏറ്റുപറഞ്ഞ അണിയറ പ്രവർത്തകർ തന്നെ പിന്നീട് വീഡിയോ പിൻവലിച്ചു. ഒരു വർഷത്തിലേറെ പഴക്കം ഈ കഥയ്ക്കുണ്ടെങ്കിലും പിന്നീടുണ്ടായ എല്ലാ അഭിമുഖങ്ങളിലും പത്രസമ്മേളനങ്ങളിലും സണ്ണി വെയിനും ലുക്കുമാനും ഇതേപറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നു. സിനിമയ്ക്കെതിരെയും താരങ്ങൾക്കെതിരെയും പ്രേക്ഷക രോഷം ഉയർന്നു. എല്ലാം ഒന്ന് കെട്ടടങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. അതിപ്പോ ഇങ്ങനെയുമായി. മതനിന്ന ആരോപണത്തെ തുടർന്ന് ടർക്കിഷ് തർക്കം പിൻവലിക്കുന്നുവെന്ന് സംവിധായകനും നിർമ്മാതാവും അടങ്ങുന്ന സംഘം വാർത്താക്കുറിപ്പ് ഇറക്കുകയും വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തതോടെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കം. അതുവരെ അങ്ങനെ ഒരു ആരോപണവും വിവാദവും സോഷ്യൽ മീഡിയയിൽ എങ്ങും പ്രത്യക്ഷപ്പെട്ടിരുന്നുമില്ല. ഇസ്ലാമോഫോബിയ കുത്തിനിറച്ച് സിനിമയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമാണിതെന്ന സംശയവുമായി KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം രംഗത്ത് വന്നതോടെയാണ് വിഷയം കത്തിപ്പടർന്നത്. പിന്നാലെ തങ്ങൾക്കറിയുന്ന മറ്റ് ആർട്ടിസ്റ്റുകൾക്കോ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി ലുക്കുമാൻ, സണ്ണി വെയിൻ, ആമിന നിജം എന്നീ താരങ്ങളും രംഗത്തെത്തി. സാമൂഹ്യ മാധ്യമങ്ങൾ വേണ്ട വിധം അത് ഏറ്റെടുത്തു. പ്രൊമോഷൻ ടെക്നിക്കാണെന്നും അല്ലെന്നും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു. ഇതാദ്യമായല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ചർച്ചകൾ ഉയരുന്നത്. സംഘപരിവാർ രാഷ്ട്രീയം സിനിമയെ ആക്രമിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത്തരം ചർച്ചകൾ സജീവമായിരുന്നു. പത്മാവത്, രാംലീല, ഹൈദർ തുടങ്ങിയ ചിത്രങ്ങളുടെ റിലീസിൽ കേട്ടു തുടങ്ങിയ ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളുടെ തുടർച്ച കൂടിയാണത്. ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങിയ പല സിനിമകൾക്ക് നേരെയും ഇത്തരം ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആമിർ ഖാന്റെ ലാൽ സിംഗ് ചദ്ദ, ഷാറുഖ് ഖാൻ ചിത്രം പത്താൻ, വിജയ് ദേവരകൊണ്ട ചിത്രം ലൈഗർ, നയൻതാരയുടെ അന്നപൂർണി, നെറ്റ്ഫ്ലിക്സ് സീരീസ് റെയിൽവേ മാൻ തുടങ്ങി മാസങ്ങൾക്ക് മുൻപ് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ മഹാരാജ് വരെയുള്ള നിരവധി ചിത്രങ്ങൾക്കാണ് ഈ കാലയളവിൽ മതനിന്ദ ആരോപിച്ച് ബോയ്ക്കോട്ട് നേരിടേണ്ടി വന്നത്. അതേസമയം ഈ ചിത്രങ്ങളിൽ പലതും ഒരു മതവിഭാഗത്തെയും വേദനിപ്പിക്കുന്നതല്ലെന്നും ചിത്രം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാനും അതുവഴി കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാനുമുള്ള സ്ട്രാറ്റജി മാത്രമായിരുന്നു അതെന്നുമൊക്കെ റിലീസിന് ശേഷം ആരോപണം ഉയർന്നിരുന്നു. ചിത്രത്തിന്റെ പേരിനെ സംബന്ധിച്ചും അതിലെ രംഗങ്ങൾ കൊണ്ടും പല കാലങ്ങളിലായി മലയാള സിനിമയിൽ വിവാദങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. സാമുദായിക സംഘടനകളും മതമേലധ്യക്ഷന്മാരും പലപ്പോഴായി പല ചിത്രങ്ങൾക്കെതിരെയും രംഗത്ത് വന്നിട്ടുമുണ്ട്. പേര് മാറ്റിയും സീനുകൾ ഒഴിവാക്കിയും വിലക്കുകൾ നേരിട്ടുമൊക്കെ ചിത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഇല്ലാത്തൊരു വിവാദത്തിന്റെ മറപറ്റി ഒരു സമുദായത്തെ ചാരി ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കും വിധം ടർക്കിഷ് തർക്കം എന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ രംഗത്ത് വരുന്നതിന് മലയാളത്തിൽ മുൻ മാതൃകകളില്ല എന്ന് ഉറപ്പാണ്. അൻവർ റഷീദിന്റെ ട്രാൻസിനും അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ അമൽ നീരദ് ചിത്രം ബൊഗൈൻവില്ലയിലെ പാട്ടിനും ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അതിനൊന്നും ചിത്രത്തെയോ ചിത്രത്തിന്റെ റിലീസിനെയോ ബാധിക്കാൻ മാത്രം തീവ്രതയുണ്ടായിട്ടില്ല. അവിടേക്കാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മലയാള ചിത്രം ഭീഷണിയെ തുടർന്ന് തിയേറ്ററിൽ നിന്നും പിൻവലിക്കുന്നു എന്ന വാർത്ത എത്തുന്നത്. ധാരാളം സിനിമകൾ പ്രദർശനത്തിനെത്തിയ നവംബർ 22-നാണ് നവാസ് സുലൈമാന്റെ ടർക്കിഷ് തർക്കവും റിലീസിനെത്തിയത്. സൂക്ഷ്മദർശിനി, ഹലോ മമ്മി, പരാക്രമം, കാ തുടങ്ങി നിരവധി ചിത്രങ്ങൾ വന്നെങ്കിലും തിയേറ്ററിൽ ആളെ കയറ്റിയത് നസ്രിയ ബേസിൽ ചിത്രം സൂക്ഷ്മദർശിനിയും ഐശ്വര്യലക്ഷ്മി ഷറഫുദ്ദീൻ ചിത്രം ഹലോ മമ്മിയുമായിരുന്നു. ചുരുക്കം തിയേറ്ററുകളിലാണ് ടർക്കിഷ് തർക്കത്തിന് സ്ക്രീൻ കണ്ടെത്താനായത്. 5 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 27-ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. മതനിന്ദ നടത്തിയെന്ന ആരോപണം, സംവിധായകനും നിർമ്മാതാവിനും ഭീഷണി, ടർക്കിഷ് തർക്കം തിയേറ്ററുകളിൽ നിന്നും താൽക്കാലികമായി പിൻവലിച്ചു എന്ന വാർത്ത വള്ളി പുള്ളി തെറ്റാതെ ഓൺലൈനിൽ അടക്കം നിരവധി മാധ്യമങ്ങളിൽ തലക്കെട്ടായി. സംവിധായകനും നിർമ്മാതാവും ചിത്രത്തിലെ നായികയും ചേർന്ന് വാർത്താ സമ്മേളനവും വിളിച്ചു. ഇതേ വാക്കുകൾ തെറ്റാതെ ആവർത്തിച്ചു. എന്നാൽ മാധ്യമ പ്രവർത്തകരുടെ മറു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ അവർക്ക് ഇരുട്ടത്ത് തപ്പേണ്ടി വന്നതോടെ വിഷയം വഷളായി. ഭീഷണി എവിടെ നിന്നും ആരുന്നയിച്ചു? എന്താണ് ഭീഷണി? പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിൽ എവിടെ നിന്ന്? പിൻവലിക്കാൻ മാത്രം എന്ത് പ്രതിസന്ധിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്? ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ കയ്യിലുണ്ടോ?
തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും പറയാൻ മറുപടി അവരുടെ പക്കലുണ്ടായിരുന്നില്ല. വിഷയത്തിൽ കനപ്പെട്ട സോഷ്യൽ മീഡിയ ഇടപെടൽ ആദ്യം ഉണ്ടാകുന്നത് VT ബൽറാമിന്റെ പോസ്റ്റോടെയുമാണ്. മതനിന്ദ ആരോപിച്ച് ആരൊക്കെയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയാണത്രേ. ഇങ്ങനെ ഒരു പരാതി പോലീസിന് മുന്നിൽ വന്നിട്ടുണ്ടോ, അതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും സംഘപരിവാർ മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് VT ബൽറാം ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറഞ്ഞത്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇസ്ലാമോഫോബിയയ്ക്ക് ഇന്ന് ലോകത്തും ഇന്ത്യയിലും നല്ല മാർക്കറ്റുണ്ട്. ഈ അടുത്ത കാലത്തായി കേരളത്തിലും അതിന്റെ വിപണി മൂല്യം കൂടി വരികയാണ്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവർക്കെതിരായ സാധാരണ ജനങ്ങളുടെ വോട്ടിനെ വർഗീയതയുടെ കളത്തിൽ ഉൾക്കൊള്ളിച്ച് ന്യായീകരിക്കുന്ന ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന കാലമാണ്. കച്ചവട താല്പര്യങ്ങൾക്കായി സിനിമാക്കാരും ഇതിനെ ഒരു സാധ്യതയായി കാണുന്നത് ഈ നാടിന് താങ്ങാനാവില്ല എന്നാണ് ബൽറാം കുറിച്ചത്. സംവിധായകനൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത നായികയടക്കം പ്രധാന താരങ്ങളൊക്കെയും ആരോപണത്തെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അവർക്കാർക്കും യാതൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ലെന്നും ഇത്തരം വാദങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൽ അന്വേഷണം വേണമെന്നുമാണ് ലുക്കുമാൻ അടക്കമുള്ളവരുടെ ആവശ്യം. സിനിമ പിൻവലിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നിർമ്മാതാവിനോട് അന്വേഷിച്ചപ്പോൾ കൃത്യമായൊരു ഉത്തരം ലഭിച്ചില്ല. മാത്രമല്ല, പിൻവലിച്ച വിവരം അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെന്നാണ് സണ്ണി വെയ്ൻ പ്രതികരിച്ചത്. ചിത്രത്തിലെ അഭിനേതാവെന്ന നിലയിൽ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ലുക്കുമാനും പറയുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി തനിക്കോ എന്റെ അറിവിലുള്ള ആർക്കെങ്കിലുമോ വന്നതായി അറിവുമില്ല എന്ന് പറയുന്നതിനോടൊപ്പം ലുക്കുമാൻ ഒന്നുകൂടെ പറഞ്ഞു, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിനു പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നിലപാടെന്നും. കഴിഞ്ഞ ദിവസം മാർക്കോ എന്ന ചിത്രത്തിലെ ബ്ലഡ് എന്ന ഫസ്റ്റ് സിംഗിളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും പ്രൊമോഷന്റെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്ന ആരോപണം നിലനിൽക്കെ തന്നെയാണ് ടർക്കിഷ് തർക്കത്തിന്റെ പുതിയ വിവാദം. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം കെൽപ്പോടെ സിനിമയുടെ PR സ്ട്രാറ്റജികൾ വളരുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും കഴിവുള്ളവണ്ണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടെ വളരേണ്ടതുണ്ട്.